ഗുഡ് ഈവനിങ് ഓൾ. നേച്ചർ സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്നും അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ നിന്നും എല്ലാ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾക്ക് ഒരു ചോദ്യങ്ങളെങ്കിലും കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബേൺസ് എന്ന് പറയുന്നത്. ഈവൻ ഏറ്റവും അവസാനമായിട്ട് നടന്ന കേരള PSCയുടെ IMS സ്റ്റാഫ് നേഴ്സ് എക്സാമിൽ 2 ചോദ്യങ്ങളാണ് ഈ ബേൺസിൽ നിന്ന് ചോദിച്ചത്. അതിന്റെ സ്റ്റേജസ് ഓഫ് ബേൺസ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസസിറ്റേഷൻ, പാർക്ക്ലാൻഡ് ഫോർമുല ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലമായിരുന്നു ഈ കഴിഞ്ഞ IMS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. സോ നിങ്ങൾ എല്ലാവരും ബേൺസ് പേഷ്യന്റിനെ കണ്ടിട്ടുണ്ടാകും അല്ലെ? എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എല്ലാവർക്കും എല്ലാ ബേൺസ് പേഷ്യന്റിനും ഒരുപോലെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ല? ഓരോരുത്തർക്കും അവരുടെ ബേൺസിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ ആ സിവിയറിറ്റി മനസ്സിലാക്കിയാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ? സോ അപ്പൊ നമ്മൾ ഇവിടെ ബേൺസിന്റെ സിവിയറിറ്റി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ബോഡി സർഫസ് ഏരിയയുടെ എത്ര ശതമാനമാണ് ബേൺസ് ഇഞ്ചുറി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പല മെത്തേഡുകൾ യൂസ് ചെയ്യാറ് അല്ലെ? അതിൽ ഏറ്റവും പ്രധാനമാണ് റൂൾ ഓഫ് 9 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വല്ലാസ് റൂൾ ഓഫ് 9. സോ ഈ റൂൾ ഓഫ് 9 വെച്ചിട്ട് ഓരോ ബോഡി സർഫസ് ഏരിയ എത്ര പെർസെന്റേജ് ആണ്, അത് വെച്ചിട്ട് തന്നെ ധാരാളം പ്രീവിയസ് എക്സാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ? പ്രോബ്ലം വൈസ് തന്നെ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കുന്നത്. ഇപ്പൊ സെൻട്രൽ എക്സാമിലാണ്, എൻഗ്ലെക്സ് എക്സാമിലും ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഈ റൂൾ ഓഫ് 9 വെച്ച് എത്ര ശതമാനം നമ്മുടെ ബോഡി സർഫസ് ഏരിയയുടെ എത്ര പെർസെന്റേജ് ആണ് ബേൺ ഇഞ്ചുറി ഉണ്ടായി എന്നുള്ളത്. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എമർജൻസി ഫ്ലൂയിഡ് റെസസിറ്റേഷനും മറ്റുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ? അതനുസരിച്ചാണ് നമ്മൾ മാനേജ്മെന്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത്. സോ ഈ റൂൾ ഓഫ് 9 എന്താണ്? അത് ഓരോ ബോഡി ഏരിയയിലും അത് എത്ര ശതമാനമാണ് വരുന്നത്, അത് വെച്ച് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു 15 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനും അതുപോലെ ഈ റൂൾ ഓഫ് 9 ബന്ധപ്പെട്ട എല്ലാ എക്സാം പോയിന്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഇനിയും DME സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന് ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുണ്ടെങ്കിൽ ദയവ് ചെയ്തൊരു ഫൈനൽ റിക്വസ്റ്റ് ആണ്, ഇനിയും സമയം കളയരുത്. എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. സോ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ടൈം വളരെ കുറവാണ്. സോ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ക്ലാസ്സിലേക്ക്. റൂൾ ഓഫ് 9. റൂൾ ഓഫ് 9 മറ്റൊരു പേര് എന്ന് പറയുന്നത് വല്ലാസ് റൂൾ ഓഫ് 9 എന്നാണ്. കാരണം അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ബി വല്ലാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. സോ അതുകൊണ്ടാണ് അതിനെ വല്ലാസ് റൂൾ ഓഫ് 9 എന്ന് പറയുന്നത്. സോ നമ്മുടെ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ, നമ്മുടെ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ TBSA, ആ വേർഡ് ഓർത്ത് വെക്കണം. നമ്മുടെ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ എത്ര ശതമാനമാണ് ഈ ബേൺസ് അഫക്റ്റ് ആയി എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ റൂൾ ഓഫ് 9 മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ എത്ര അഫക്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് റൂൾ ഓഫ് 9 അല്ലെങ്കിൽ വല്ലാസ് റൂൾ ഓഫ് 9. അതുപോലെ തന്നെ ലണ്ടൻ ബ്രൗഡർ മെത്തേഡ്, കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് ലണ്ടൻ ബ്രൗഡർ മെത്തേഡ്. അതുപോലെ തന്നെ ലാർജ് ഏരിയസ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ലണ്ടൻ ബ്രൗഡർ മെത്തേഡ് ആണ്. അതുപോലെ തന്നെ പാമാർ മെത്തേഡ് ഉണ്ട്. റൂൾ ഓഫ് 5, ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ റൂൾ ഓഫ് 9 അല്ലെങ്കിൽ വല്ലാസ് റൂൾ ഓഫ് 9 മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? ബാക്കിയെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ റൂൾ ഓഫ് 9 അല്ലെങ്കിൽ വല്ലാസ് റൂൾ ഓഫ് 9 എന്ന് പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അലക്സാണ്ടർ ബി വല്ലാസ് ആണ്. സോ റൂൾ ഓഫ് 9 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൂൾ ടു അസസ് ദ പെർസെന്റേജ് ഓഫ് ബോഡി സർഫസ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ ബോഡി സർഫസ് TBSA അഫക്റ്റഡ് ബൈ എ ബേൺ ഇഞ്ചുറി. ബേൺ ഇഞ്ചുറി കാരണം നമ്മുടെ ശരീരത്തിന്റെ എത്ര ടോട്ടൽ ബോഡി സർഫസ് ഏരിയയിൽ അതിന്റെ എത്ര ശതമാനം അഫക്റ്റ് ആയി അല്ലെങ്കിൽ ബേൺ ഇഞ്ചുറി ഉണ്ടായി, അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ റൂൾ ഓഫ് 9 മെത്തേഡ് അല്ലെങ്കിൽ വല്ലാസ് റൂൾ ഓഫ് 9 യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ? സോ നിങ്ങൾ വളരെ ഫെമിലിയർ ആണ്, പക്ഷെ നിങ്ങൾ എക്സാം പോയിന്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലക്സാണ്ടർ ബി വല്ലാസ് ആണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ റൂൾ ഓഫ് 9 വെച്ച് നമ്മുടെ ടോട്ടൽ ബോഡി സർഫസ് ഏരിയയുടെ പെർസെന്റേജ് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? സോ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, അസസ് ദ സിവിയറിറ്റി ഓഫ് ബേൺസ്. ബേണിന്റെ സിവിയറിറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ലെവലിൽ നമുക്ക് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുള്ളൂ. സോ സിവിയറിറ്റി ഓഫ് ബേൺസ് മനസ്സിലാക്കാനാണ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം സിവിയർ ബേൺസ് ഉണ്ടായി കഴിഞ്ഞാൽ കാപ്പിലറി പെർമിയബിലിറ്റി എന്ത് ചെയ്യും?
വളരെയധികം കൂടും. കാപ്പിലറി പെർമിയബിലിറ്റി ഉണ്ടായി ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടാകും അല്ലെ? ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടാകും, എഡിമയൊക്കെ ഉണ്ടാകും. സോ ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യന്റ് ഹൈപ്പോവോളിമിക് ഷോക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ഫ്ലൂയിഡ് റെസസിറ്റേഷൻ ചെയ്യണം, എമർജൻസി ആയിട്ട് തന്നെ ഫ്ലൂയിഡ് റെസസിറ്റേഷൻ ചെയ്യണം അല്ലെ? ക്ലിയർ അല്ലേ? സോ പർപ്പസസ് എന്ന് പറയുന്നത് സിവിയറിറ്റി ഓഫ് ബേൺസ്, റിസ്ക് ഫോർ ഹൈപ്പോവോളിമിക് ഷോക്ക് മനസ്സിലാക്കണം. സോ അത് മനസ്സിലാക്കി ഫ്ലൂയിഡ് റെസസിറ്റേഷൻ ചെയ്ത് അത് ബേൺസിനെ മാനേജ് ചെയ്യണം. ഇതിന്റെ പർപ്പസസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ? സോ റൂൾ ഓഫ് 9 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിസ്റ്റം ഓഫ് റൂൾ ഓഫ് 9 ഡിവൈഡ് ദ ബോഡി ഇൻടു മൾട്ടിപ്പിൾസ് ഓഫ് 9. സോ ഓരോ ഏരിയയും 9ന്റെ മൾട്ടിപ്പിളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മൾ എത്ര ഏരിയ ആണോ അഫക്റ്റ് ആയത് അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ അഫക്റ്റ് ആയത് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് റൂൾ ഓഫ് 9 വെച്ചിട്ട് നമ്മൾ എത്ര ബോഡി സർഫസ് ഏരിയ അഫക്റ്റ് ആയത് മനസ്സിലാക്കുന്നത്. സോ റൂൾ ഓഫ് 9 നമുക്ക് പഠിച്ചിട്ടുണ്ട് 4 സ്റ്റേജുകൾ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ 4 ഡിഗ്രി ടൈപ്പ് ബേൺസ് ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ആൻഡ് ഫോർത്ത് ഡിഗ്രി അല്ലെ? ക്ലിയർ അല്ലേ? സോ ഇവിടെ റൂൾ ഓഫ് 9 അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി ബേൺസിൽ ആണ് നമ്മൾ റൂൾ ഓഫ് 9 അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യത്തില്ല. ക്ലിയർ ആണോ? സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി ബേൺസിലാണ് റൂൾ ഓഫ് 9 നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഡിഗ്രീസ് ഓഫ് ബേൺസ് ഞാൻ അടുത്തൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. 4 ഡിഗ്രീസ്, സൂപ്പർഫിഷ്യൽ, ഡീപ്പ്, അതെല്ലാം നമ്മൾ കാരണം അതിൽ നിന്നാണ് കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ച IMS അല്ലെ? സോ മറന്നു പോരുത്. സോ അപ്പൊ സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി ബേൺസിലാണ് നമ്മൾ റൂൾ ഓഫ് 9 അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ അഫക്റ്റ് ആയത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇനി ഓരോ ഏരിയയിലും എത്ര പെർസെന്റേജ് ബോഡി സർഫസ് ഏരിയ ആണ് നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇതിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? സോ ഈ ഒരു ടേബിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. ഇത് തന്നെ നമുക്ക് പല സബ് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കണം കേട്ടോ. സോ അപ്പൊ ഓരോ ബോഡി പാർട്ടും എത്ര ബോഡി സർഫസ് ഏരിയ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ നമ്മൾ ഓരോ റീജിയണ് അഫക്റ്റ് ആയി അല്ലെങ്കിൽ ബേൺ ഇഞ്ചുറി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വെച്ച് നമുക്ക് പെർസെന്റേജ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഓരോ ബോഡി പാർട്ട് എത്ര ബോഡി സർഫസ് ഏരിയ ആണെന്ന് ആദ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ഫസ്റ്റ് വൺ എൻറ്റയർ ഹെഡ് ആൻഡ് നെക്ക്. ഹെഡ് ആൻഡ് നെക്ക് രണ്ടും കൂടിയാണ്, തലയും അതുപോലെ നെക്കും കൂടി ചേർന്നാണ് ടോട്ടൽ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ എന്ന് പറയുന്നത് 9% ആണ്. ഇത് ടോട്ടൽ ആണ്. ഇനി നമ്മൾ ഇതിൽ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യും. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ടോട്ടൽ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നത് 9% ആണ്. ഇനി അതിനെ തന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഉണ്ട്, ആന്റീരിയർ പോർഷനും ഉണ്ട്, ബാക്ക് സൈഡ് ഉണ്ട് അല്ലെ, പോസ്റ്റീരിയർ പോർഷനും ഉണ്ട്. സോ ഈ കൊടുത്തിരിക്കുന്നത് പോസ്റ്റീരിയർ സൈഡ് ആണ്, നമ്മുടെ ഫ്രണ്ട് വശമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പോർഷൻ അല്ലെ, ബാക്ക് സൈഡ് ആണ്. അപ്പൊ ടോട്ടൽ എൻറ്റയർ ഹെഡ് ആൻഡ് നെക്ക് 9% എന്ന് പറഞ്ഞാലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം, ഈ തലയുടെ ഹെഡ് ആൻഡ് നെക്കിന്റെ ഫ്രണ്ട് വശം, ഇത്രയും ഭാഗം ഫ്രണ്ട് വശം ആന്റീരിയർ പോർഷൻ നേരെ അതിന്റെ പകുതിയാണ്, ദാറ്റ് ഇസ് 4.5% ആണ്. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആണ്. സോ ഈ ഫ്രണ്ട് വശം ഹെഡ് നെക്ക് ഇത്രയും ആണെങ്കിൽ ബേൺ അഫക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് 4.5%, 9ന്റെ പകുതി 4.5% ആണ് എടുക്കേണ്ടത്. ഇനി ബാക്ക് സൈഡും കൂടി അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിലോ, ഇനി പോസ്റ്റീരിയർ ആണെങ്കിലോ, പോസ്റ്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് ആണെങ്കിലോ 9ന്റെ പകുതി, ദാറ്റ് ഇസ് 4.5% എടുക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ ടോട്ടൽ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നത് 9%. ക്ലിയർ ആയിട്ട് പഠിക്കണം. ടോട്ടൽ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നത് 9% ആണ്. അതിന് ആന്റീരിയർ പോർഷൻ 4.5% ആണ്. പോസ്റ്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നത് 4.5% ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പോസ്റ്റീരിയർ ഹെഡ് ആണോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഫ്രണ്ട് ആണോ, അല്ലെങ്കിൽ ബാക്ക് സൈഡ് ആണോ, അല്ലെങ്കിൽ പോസ്റ്റീരിയർ ആണോ, ആന്റീരിയർ ആണോ, അതൊക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇനി വെറുതെ ഹെഡ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ 9% ആണ് എടുക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഹെഡ് ആൻഡ് നെക്ക് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കൈയിലേക്ക് വരുന്നു. കൈയിലേക്ക് വരുമ്പോൾ എൻറ്റയർ റൈറ്റ് ആം, ഒരു കൈ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആം, വലത്തെ കൈ എന്ന് പറയുന്നത് ടോട്ടൽ 9%. അപ്പൊ ഒരു കൈ എന്ന് പറയുന്നത് 9% ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ ഒരു കൈ അഫക്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോഡി സർഫസ് ഏരിയയുടെ 9% അഫക്റ്റ് ആയി എന്നാണ്.
ക്ലിയർ അല്ലേ? പക്ഷേ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഈ പിക്ചർ നോക്കിയേ, നമ്മുടെ കൈയുടെ ഫ്രണ്ട് വശം അല്ലെങ്കിൽ അതിനെ പറയാം ആന്റീരിയർ പോർഷൻ, കണ്ടോ? ആന്റീരിയർ. അപ്പൊ ആന്റീരിയർ റൈറ്റ് ആം, നമ്മുടെ കൈയുടെ വലത് കൈയുടെ ആന്റീരിയർ പോർഷൻ, ഫ്രണ്ട് വശം, അത് ഈ 9ന്റെ പകുതിയാണ്. ദാറ്റ് ഇസ് 4.5%. ഇനി നോക്കിയേ പോസ്റ്റീരിയർ, ഈ കൈയുടെ തന്നെ പുറകു വശം, അതും 4.5%. അപ്പോ ആന്റീരിയർ 4.5 അല്ലെങ്കിൽ ഫ്രണ്ട് ആം റൈറ്റ് ആം 4.5%, പോസ്റ്റീരിയർ ഫ്രണ്ട് ആം അല്ലെങ്കിൽ പോസ്റ്റീരിയർ റൈറ്റ് ആം അല്ലെങ്കിൽ ബാക്ക് സൈഡ് 4.5%. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 9%. കിട്ടിയോ? ഇത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചാലേ നമുക്ക് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത് എന്റെ ലെഫ്റ്റ് ആം, ഇടത് കൈ എന്ന് പറഞ്ഞാൽ അത് 9% ആണ്. പക്ഷേ ഇവിടെയും ലെഫ്റ്റ് ആമിന്റെ ഫ്രണ്ട് വശം, ദാറ്റ് ഈസ് ആന്റീരിയർ, ഫ്രണ്ട് അല്ലെങ്കിൽ ആന്റീരിയർ 4.5% ആണ്. ലെഫ്റ്റ് ഹാൻഡിന്റെ പോസ്റ്റീരിയർ ബാക്ക് സൈഡ്, ദാറ്റ് ഈസ് 4.5%. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എന്റെ ലെഫ്റ്റ് ആം എന്ന് പറയുന്നത് 9% കിട്ടുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത്, വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം, ഇവിടെയാണ് പ്രശ്നം വരുന്നത്. എന്റെ ട്രങ്ക് എന്ന് പറയുന്നത് എന്താണ് റീജിയൻ? ഈ ഒരു കളർ മാറ്റാം. സോ ഈ ഒരു റീജിയൻ ആണ് നമ്മൾ ഇവിടെ മുതൽ നമ്മുടെ ഇടുപ്പ് വരെയാണ്. ആ ഒരു റീജിയൻ ആണ് ട്രങ്ക്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് നമ്മൾ യൂസ് ചെയ്യും ടോർസോ, അല്ലെ? ടോർസോ, ട്രങ്ക് അല്ലെങ്കിൽ ടോർസോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ട്രങ്ക് അല്ലെങ്കിൽ ടോർസോ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത്രയും ഏരിയയാണ് ഈ ഫ്രണ്ട്, ഇവിടെ മുതൽ താഴെ ഇടുപ്പ് വരെയുള്ള. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് വീണ്ടും ഇവിടെയും ഉണ്ട്. നോക്കിയേ, ഈ എൻറ്റയർ ട്രങ്ക് എന്ന് പറയുന്നതാണ് 36%. എൻറ്റയർ ട്രങ്ക് ഇവിടെ മുതൽ ഇവിടം വരെ. അപ്പൊ അതിനും ഫ്രണ്ട് വശമുണ്ട്, അല്ലെ? നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം, നെഞ്ച് അബ്ഡമനൊക്കെ വരുന്ന ഈ ഒരു ഫ്രണ്ട് ഭാഗം, അതൊക്കെ ആന്റീരിയർ ട്രങ്ക് അല്ലെങ്കിൽ ആന്റീരിയർ ടോർസോ. ഇനി അതുപോലെ തന്നെ പുറകു വശമുണ്ട്, അല്ലെ? പോസ്റ്റീരിയർ ട്രങ്ക് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ടോർസോ. അതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 36% എന്ന് പറയുന്നത്. ടോട്ടൽ 36%. പക്ഷേ ഇവിടെയും ആന്റീരിയറുമുണ്ട് പോസ്റ്റീരിയറുമുണ്ട്. ആന്റീരിയർ ഫ്രണ്ട് വശം 18% ആണ്, പോസ്റ്റീരിയറും 18% ആണ്. നോർമലി നമ്മൾ ഇത്രയും പഠിച്ചത് നിർത്തിയാണ് പോകുന്നത്. പക്ഷേ വീണ്ടും നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഈ ആന്റീരിയർ ടോർസോ അല്ലെങ്കിൽ ആന്റീരിയർ ട്രങ്കിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ നടുക്ക് വെച്ച് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഈ മുകൾ ഭാഗം, ഇത്രയും പാർട്ടിനെ നമ്മൾ വിളിക്കും ചെസ്റ്റ്. തെറ്റിപ്പോകരുത്. ചെസ്റ്റ് നമ്മൾ നോർമലി ഇത് അങ്ങനെ ശ്രദ്ധിക്കാത്ത പോയിന്റ് ആണ്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇത് നോർമലി നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ട്രങ്ക് മാത്രമേ പറഞ്ഞു പോകാറുള്ളൂ, ട്രങ്കിലെ ടോർസോ മാത്രമേ പറഞ്ഞു പോകാറുള്ളൂ. ശ്രദ്ധിക്കണം, ടോർസോ ആന്റീരിയറും ഉണ്ട്, പോസ്റ്റീരിയറും ബാക്ക് സൈഡും ഉണ്ട്. പക്ഷേ വീണ്ടും ഈ ആന്റീരിയർ ടോർസോ ആന്റി ട്രങ്കിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പർ പാർട്ടിനെ നമ്മൾ ചെസ്റ്റ് എന്ന് വിളിക്കും, ഈ ലോവർ പാർട്ടിനെ നമ്മൾ അബ്ഡമൻ എന്ന് വിളിക്കും. അബ്ഡമൻ, മുകൾ ഭാഗം ചെസ്റ്റ്, ലോവർ ഭാഗത്ത് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും അബ്ഡമൻ. അപ്പൊ ഈ ചെസ്റ്റും അബ്ഡമനും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫ്രണ്ട് ആന്റീരിയർ ടോർസോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റീരിയർ ട്രങ്ക് എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ 18% വീണ്ടും ഡിവൈഡ് ചെയ്യാം. ചെസ്റ്റ് മുകൾ ഭാഗം 9% ആണ്, താഴെ അബ്ഡമൻ വീണ്ടും 9% ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായി. എൻഡിയർ ടോർസോ അല്ലെ ട്രങ്ക് 36% ആണ്. അതിൽ ആന്റീരിയർ ട്രങ്കിൽ ആന്റീരിയർ ടോർസോ 18% ആണ്. പോസ്റ്റീരിയർ ട്രങ്കില് പോസ്റ്റീരിയർ ടോർസോ 18% ആണ്. പക്ഷെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഈ ടോർസോ അല്ലെ ട്രങ്കിനെ തന്നെ വീണ്ടും രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യാം. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ചെസ്റ്റ് ആണ്, ലോവർ പാർട്ട് എന്ന് പറയുന്നത് അബ്ഡോമൻ ആണ്. സോ ഈ 18% വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ചെസ്റ്റ് 9%, അബ്ഡോമൻ 9%. അപ്പൊ അതുപോലെ തന്നെ പോസ്റ്റീരിയർ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പോസ്റ്റീരിയറിൽ അപ്പർ പാർട്ട് ചെസ്റ്റ് 9% വരും. ഇവിടെ താഴെ അബ്ഡോമന്റെ ബാക്ക് അല്ലെ, പോസ്റ്റീരിയർ അബ്ഡോമൻ, ദാറ്റ് ഈസ് അത് 9% ആണ്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം, കാരണം നോർമലി നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്.
ഇതിൽ നിന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലിയർ ആണോ? ക്ലാരിറ്റി കിട്ടിയോ? അല്ല വെറുതെ ഇത് ഈ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചു വെച്ചാൽ പ്രോബ്ലംസ് തെറ്റ ആൻസറേ വരുള്ളൂ. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഒരു എൻക്ലക്സ് എക്സാം ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, നേഴ്സിംഗ് ട്യൂട്ടർ ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിലും ഇതിനകത്തുനിന്ന് വെളിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. സോ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ബേൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. ട്രങ്ക് നമ്മൾ പഠിച്ചു. എൻ്റെ ട്രങ്ക് 36% അല്ലെങ്കിൽ ടോർസോ, ആന്റീരിയർ ട്രങ്ക് അല്ലെങ്കിൽ ടോർസോ 18%, പോസിറ്റീവ് ട്രങ്ക് ആൻഡ് ടോർസോ 18%. അതിൽ തന്നെ മുകൾ ഭാഗം ആന്റീരിയർ, മുകൾ ഭാഗം ചെസ്റ്റ്, ആന്റീരിയർ താഴെ അബ്ഡമൻ, അത് 9%, 9% ആണ്. വീണ്ടും അതിൽ പോസിറ്റീവ് ചെസ്റ്റിന്റെ ബാക്ക് സൈഡ് അത് 9%, താഴെ അബ്ഡമന്റെ ബാക്ക് സൈഡ് പോസ്റ്റീരിയർ 9%. അപ്പൊ ക്ലിയർ ആയിട്ട് ഓർക്കാൻ പറ്റുമോ? ഓക്കെ ആണോ? യെസ്. ഇനി ഗ്രോയിൻ റീജിയൻ അല്ലെങ്കിൽ പെരിനിയം, പെരിനിയൽ ഏരിയ, ക്വസ്റ്റ്യൻ തെറ്റിപ്പോകരുത്. ഗ്രോയിൻ റീജിയൻ അല്ലെങ്കിൽ പെരിനിയൽ ഏരിയ, ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിക്കാം. ഗ്രോയിൻ റീജിയൻ, പെരിനിയൽ ഏരിയ, അതുപോലെ തന്നെ ജനൈറ്റൽ ഏരിയ, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രോയിൻ ഏരിയ, ജനൈറ്റൽ ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, പെരിനിയൽ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതെല്ലാം 1% ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. സോ ഗ്രോയിൻ അല്ലെങ്കിൽ പെരിനിയൽ ഏരിയ എന്ന് പറയുന്നത് 1% ആണ്, അല്ലെങ്കിൽ ജനൈറ്റൽ ഏരിയ 1% ആണ്. അത് ഡയറക്റ്റ് തന്നെ എയിംസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്കറിയേണ്ടത് കാലുകളാണ്. ലോവർ ലിംബ് അല്ലെങ്കിൽ ലെഗ്. സോ അത് റൈറ്റ് ലെഗും ഉണ്ട്, ലെഫ്റ്റ് ലെഗും ഉണ്ട്. എന്റെ റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് 18% ആണ്. നമുക്ക് പഠിക്കുന്നത് അഡൽറ്റിലാണ് കേട്ടോ. റൂൾ ഓഫ് 9 ഫോർ ബേൺസ് ഇൻ അഡൽറ്റ് ആണ് ഈ പഠിക്കുന്നത്, കാരണം പീഡിയാട്രിക്സ് വ്യത്യാസമാണ്. സോ എന്റെ റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് 18% ആണ്. ഓക്കെ, എന്റെ റൈറ്റ് ലെഗ് എന്ന് പറഞ്ഞ 18% ആണ്. അതിൽ തന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യണം. ആന്റീരിയർ ലെഗ്, ആന്റീരിയർ ഫ്രണ്ട് വശം കാലിന്റെ, ഇത് 9% ആണ്. പോസ്റ്റീരിയർ ലെഗ് അതോ 9% ആണ്, 9%. സോ അങ്ങനെ ടോട്ടൽ റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് 18% ആണ്. ആന്റീരിയർ 9%, ഫ്രണ്ട് വശം അതൊരു ബാക്ക് സൈഡ് പോസ്റ്റീരിയർ 9%, ടോട്ടൽ 18%. അതുപോലെ തന്നെ എന്റെ ലെഫ്റ്റ് ലെഗ്, അത് 18% ആണ് ടോട്ടൽ. ഇനി ആന്റീരിയർ ആണെങ്കിൽ, ഫ്രണ്ട് വശമാണെങ്കിൽ 9%, പോസ്റ്റീരിയർ ആണെങ്കിൽ 9%, അങ്ങനെ ടോട്ടൽ 18%. ക്ലിയർ ആയോ? അങ്ങനെയാണ് 100% വരുന്നത്, ടോട്ടൽ 100%. സോ ഇതിൽ നമ്മൾ ഓരോ ഏരിയ, നമ്മുടെ എത്ര ഏരിയ ആണ് കൗണ്ട് ചെയ്ത് നോക്കും. അതാണ് നമ്മുടെ ടോപ്പ് ബോഡി സർഫസ് ഏരിയയുടെ എത്ര ശതമാനമാണ് ബേൺസ് അഫക്റ്റ് ആയി എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ലെഗ് തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും, അത് നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഇത്രയും? യെസ്. സോ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? സോ ആ ഒരു സബ് ഡിവിഷൻ കൂടി ഓർത്ത് വെക്കണം. ഓക്കെ ആണോ? സോ ആ സബ് ഡിവിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ട്. ഓൾറെഡി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എല്ലാം ഡീറ്റെയിൽ ആയിട്ട്, എങ്കിലും ഒന്നുകൂടി റിവ്യൂ ചെയ്യാണ്. സോ എൻറ്റയർ ഹെഡ് എന്ന് പറയുന്നത് 9% ആണ്. അതിൽ എൻറ്റയർ ഹെഡ് ആൻഡ് നെക്ക് ആണ്, ഒരു ക്ലാരിറ്റി വേണം. എൻറ്റയർ ഹെഡ് ആൻഡ് നെക്ക് 9% ആണ്. അതിൽ തന്നെ ആന്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നത് 4.5% ആണ്. പോസ്റ്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്നത് 4.5% ആണ്. ഇനി എൻറ്റയർ ട്രങ്ക് എന്ന് പറയുന്ന ടോട്ടൽ 36% ആണ്. അത് വീണ്ടും ബ്രോക്കൺ ഡൗൺ ഇൻറ്റു 18% ഫോർ ദി ആന്റീരിയർ ടോർസോ അല്ലെങ്കിൽ ആന്റീരിയർ ട്രങ്ക് ഫ്രണ്ട് വശം. അതുപോലെ തന്നെ പോസ്റ്റീരിയർ ടോർസോ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ട്രങ്ക് 18%. ഇവിടെ നോക്കി വീണ്ടും ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ട്രങ്ക് നമ്മൾ ആ ഫ്രണ്ട് വശത്തെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഇത്രയും ഏരിയ ആണ് ചെസ്റ്റ് എന്ന് പറയുന്നത്, അത് 9% ആണ്. താഴെ അബ്ഡമിനൽ ഏരിയ കണ്ടോ, ചെസ്റ്റ് അബ്ഡമൻ രണ്ടും രണ്ടും കൂടെ ചേർത്താണ് ടോർസോ അല്ലെങ്കിൽ ട്രങ്ക് എന്ന് പറയുന്നത്. സോ ചെസ്റ്റ് 9%, അബ്ഡമൻ 9% ആണ് ആന്റീരിയർ. അതുപോലെ തന്നെ പോസ്റ്റീരിയർ ഉണ്ട്. പോസ്റ്റീരിയർ ചെസ്റ്റ് ദാറ്റ് ഇസ് 9%, പോസ്റ്റീരിയർ അബ്ഡമൻ 9%. കിട്ടിയോ?
യെസ്. പിന്നെ അപ്പർ എക്സ്ട്രിമിറ്റീസിൽ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് രണ്ടും കൂടിയാണ് 18%. ഓരോ എക്സ്ട്രിമിറ്റി അല്ലെങ്കിൽ ഓരോ ആമും 9% ആണ്. അത് വീണ്ടും ആന്റീരിയർ 4.5%, പോസ്റ്റീരിയർ 4.5%. കണ്ടോ? സോ ഓരോ കൈയും 9% ആണ്, രണ്ടും കൂടി 18% ആണ്. ഓരോ കൈയും ഫ്രണ്ട് 4.5%, ബാക്ക് ദാറ്റ് ഇസ് പോസ്റ്റീരിയർ 4.5%. ക്ലിയർ അല്ലേ? അത് കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഈച്ച് അപ്പർ എക്സ്ട്രിമിറ്റി ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു റെസ്പെക്റ്റീവ് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പോർഷൻ, ദാറ്റ് ഇസ് 4.5% ഈച്ച് ആണ്, ഫ്രണ്ട് ബാക്ക് ഓരോ കൈയും. ഇനി ഗ്രോയിൻ അല്ലെങ്കിൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ പെരിനിയം, 3 വേർഡ് ഓർത്ത് വയ്ക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും. ഗ്രോയിൻ റീജിയൻ, ജെനൈറ്റൽ റീജിയൻ, പെരിനിയൽ റീജിയൻ, 3 1% ആണ്. ഇനി ലോവർ എക്സ്ട്രിമിറ്റീസ് ആണെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലെഗ് ആണ്, രണ്ടും ചേർന്ന് 36% ആണ്. ഇനി ഓരോ കാലുകൾ ഓരോ ലെഗും 18% ആണ്. അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 9% ഫോർ ആന്റീരിയർ, ഫ്രണ്ട് വശം ഓരോ കാലിൽ 9%, പോസ്റ്റീരിയർ ഓരോ കാലിലും 9%. അങ്ങനെയാണ് ഓരോ കാലുകളിൽ 18% എന്ന്, രണ്ട് കാലം കൂടി 36%. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഇത് വെച്ച് മാത്രമേ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇനി ഇപ്പൊ റീസെന്റ് എക്സാമ്പിളിൽ കുറച്ചുകൂടി കടന്നു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ കാലുകളെ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. കാലുകളെയും കൈകളെയും നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. നമുക്കിതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. നമുക്കതിന് ഈ ഹാഫ് ഡിസ്റ്റൻസ് വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ എൽബോയിൽ വെച്ച് കട്ട് ചെയ്യാം. സോ ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ നമ്മൾ വിളിക്കും പ്രോക്സിമൽ ആം എന്ന് പറയും. പ്രോക്സിമൽ ആം അല്ലെ, ഏറ്റവും അടുത്ത് നിൽക്കുക, ദാറ്റ് ഇസ് പ്രോക്സിമൽ ആം. ഈ താഴോട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഡിസ്റ്റൽ ആമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റിലും ഈ എൽബോ വരെയുള്ളത് പ്രോക്സിമൽ ആം, അതിനുശേഷമുള്ളത് ഡിസ്റ്റൽ ആമാണ്. സോ അങ്ങനെയും ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് റീസെന്റ് എക്സാമുകളിൽ. സോ വളരെ നമുക്ക് നഴ്സിംഗിൽ അപൂർവമായിട്ട് ക്വസ്റ്റ്യൻ, മറ്റു കോമ്പറ്റീവ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പൊ 4.5% തന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ ഒരു ആന്റീരിയർ കംപ്ലീറ്റ് ആയിട്ടാണ് 4.5%, പോസ്റ്റീരിയർ ബാക്ക് സൈഡ് ചേർന്ന് 4.5%, ടോട്ടൽ 9% ആണ് ഒരു കയ്യിൽ വരുന്നത് സർഫസ് ഏരിയ. ഇത് നമ്മൾ എൽബോ വെച്ച് കട്ട് ചെയ്യുന്നു. ഇത് പ്രോക്സിമൽ ഏരിയ, ഇത് ഡിസ്റ്റൽ ഏരിയ. ഓക്കെ അല്ലേ? സോ ഈ പ്രോക്സിമലിലും എന്തുണ്ട്? പ്രോക്സിമൽ ഹാൻഡിലും ആന്റീരിയറും പോസ്റ്റീരിയറും ഉണ്ട്. ക്ലിയർ ആണോ? ആന്റീരിയറും പോസ്റ്റീരിയറും ഉണ്ട്. ഇത് ടോട്ടൽ 4.5% ആണ്. അപ്പൊ ഈ ഇതെന്ന് പറയുന്നത് പ്രോക്സിമൽ ആമിന്റെ ആന്റീരിയർ മാത്രം എത്രയായിരിക്കും? 2.25 ആയിരിക്കും, അതിന്റെ പകുതി അല്ലെ. അതുപോലെ തന്നെ ഡിസ്റ്റൽ ആമിന്റെയും ആന്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് 2.25% ആണ്. അതുപോലെ ബാക്ക് സൈഡ് പ്രോക്സിമലിന്റെ തന്നെ പോസ്റ്റീരിയർ ബാക്ക് സൈഡ്, അതും 2.5 പകുതിയുണ്ട്, 2.5. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു എൽബോയിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോക്സിമൽ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിന് ആന്റീരിയർ പോർഷനും ഉണ്ട്, പോസ്റ്റീരിയർ പോർഷനും ഉണ്ട്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.25 വെച്ചിട്ട് വരും, ആണ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ആന്റീരിയർ 2.25, പോസ്റ്റീരിയർ 2.25, ദാറ്റ് ഈസ് പ്രോക്സിമൽ ആം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടൽ 4.5% ആണ്. അതിൽ ആന്റീരിയർ 2.5 ആണ്, 2.25 ആണ്. അതിന് നമ്മളൊരു 2% ആയിട്ട് എടുക്കുകയുള്ളൂ പ്രോബ്ലം ചെയ്യാനായിട്ട്. അതുപോലെ പോസ്റ്റീരിയർ ഓൾമോസ്റ്റ് 2% ആയിട്ടാണ് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് 2.25 ആണ്. ക്ലിയർ? പ്രോക്സിമൽ എൻഡ്, ഇതിന്റെ ആന്റീരിയറും പോസ്റ്റീരിയറും. ഇനി ഡിസ്റ്റൽ എൻഡ്, അതും ആന്റീരിയറും പോസ്റ്റീരിയറും ഉണ്ട് അല്ലെ, അതും ദാറ്റ് ഈസ് 4.5% ആണ്. അപ്പൊ ടോട്ടൽ ഒരു കൈ എന്ന് പറഞ്ഞാൽ 9% ആണ്. അപ്പൊ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാലോ പ്രോക്സിമൽ 4.5%, ഡിസ്റ്റൽ 4.5%. സോ ഇത് രണ്ടിലും ആന്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. സോ അതിന്റെ പകുതി ആയിരിക്കും ആന്റീരിയർ പോസ്റ്റീരിയർ, പ്രോക്സിമൽ ആണെങ്കിലും ഡിസ്റ്റൽ ആണെങ്കിലും. കിട്ടിയോ? എങ്കിലും നമ്മൾ 2.25 എടുക്കില്ല. ആന്റീരിയർ 2%, പോസ്റ്റീരിയർ 2% ആയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. കിട്ടിയോ? അതുപോലെ തന്നെ നമ്മുടെ
കാലുകളെയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ആന്റീരിയർ 9%, പോസ്റ്റീരിയർ 9%, ഓരോ കാലുകളിലും പറഞ്ഞു. അങ്ങനെ ഓരോ കാലുകളും 18%, ടോട്ടൽ രണ്ട് കാലുകളും കൂടി 36% ആണ്. ഇനി ഒന്ന് നോക്കിയേ, നമുക്ക് കാലിനെയും നമ്മുടെ നീഡ് അവിടെ വെച്ച് കട്ട് ചെയ്യാം അല്ലെ, നീഡ് അവിടെ വെച്ച് കട്ട് ചെയ്യാം. സോ പ്രോക്സിമൽ ലെഗ് ഇത്രയും വരും അല്ലെ, ഡിസ്റ്റൽ ലെഗ് അതിന്റെ താഴോട്ടുള്ള താഴത്തെ ലെഗ് ഭാഗവും ഷൂട്ടും വരും. ഇവിടെ പ്രോക്സിമൽ ലെഗിന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. പ്രോക്സിമൽ ലെഗ് ആണ് തൈ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തൈ തൈ എന്ന് പറഞ്ഞാൽ ഈ കാൽ മുട്ടിന് മുകളിലോട്ടുള്ള ഭാഗം തൈ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോ ഒരു കാല് ടോട്ടൽ ആന്റീരിയറും പോസ്റ്റീരിയറും കൂടെ 18% ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതിയോ പ്രോക്സിമൽ ലെഗ് അല്ലെങ്കിൽ തൈ എന്ന് പറയുന്നതോ ടോട്ടൽ 9% ആണ് വരിക. ടോട്ടൽ 9% ആണ്. എങ്ങനെയാണ് ടോട്ടൽ? ഇത് മൊത്തം ആന്റീരിയർ പോർഷൻ എന്ന് പറഞ്ഞാൽ 9% ആണ്. അതില് ആന്റീരിയർ 4%, ഇവിടെ പ്രോക്സിമൽ ലെഗ് തൈ ആണെങ്കിൽ ഫ്രണ്ടിൽ 4.5%, ബാക്ക് സൈഡിൽ 4.5%, ആന്റീരിയർ 4.5%, പോസ്റ്റീരിയർ 4.5%. അങ്ങനെ പ്രോക്സിമൽ ലെഗ് അല്ലെങ്കിൽ തൈ എന്ന് പറഞ്ഞാൽ 9% ബോഡി സർഫസ് ഏരിയ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും, സ്റ്റാഫ് നേഴ്സ് എക്സാമിന് തന്നെ ഹരിയാനയുടെ ഒരു PSC എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി താഴെ നോക്കി, കാൽമുട്ടിന് താഴോട്ട് ലോവർ ലെഗ് അല്ലെങ്കിൽ ഡിസ്റ്റൽ ലെഗ്, അതും 9% ആണ്. അതിന്റെ ഫ്രണ്ട് വശം 4.5, ബാക്ക് സൈഡും 4.5, ആന്റീരിയർ 4.5, പോസ്റ്റീരിയർ 4.5. നമ്മൾ നോർമലി ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പക്ഷെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം സബ് ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റ് വാല്യൂ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ ആണോ? സോ നമ്മുടെ ആദ്യത്തെ ഒരു ചാർട്ട് മാത്രം പഠിച്ചാൽ നമുക്ക് പ്രോബ്ലംസ് സ്കോർ ചെയ്യാൻ പറ്റില്ല. ക്ലാരിറ്റി കിട്ടിയോ? പ്രോക്സിമൽ ലെഗ് തൈ എന്ന് പറഞ്ഞാൽ മുട്ടിന് മുകൾ ഭാഗമാണ്. സോ ടോട്ടൽ ആന്റീരിയർ 9, പോസ്റ്റീരിയർ 9, 18% ആണ് ഒരു കാലം എന്ന് പറയുന്നത്. പ്രോക്സിമൽ ലെഗ് അല്ലെങ്കിൽ ഒരു തൈ എന്ന് പറയുന്നത് 18% പകുതിയായിരിക്കും, 9%. അതിൽ ഫ്രണ്ട് വശം ആന്റീരിയർ 4.5, പോസ്റ്റീരിയർ 4.5. അതുപോലെ തന്നെ താഴെ 9%, ആന്റീരിയർ 4.5, പോസ്റ്റീരിയർ 4.5. കിട്ടിയോ? ഇത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം, അധികം നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഏരിയ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇനി അറിയേണ്ടത് കുട്ടികളുടെ റൂൾ ഓഫ് 9 ആണ്, റൂൾ ഓഫ് ചിൽഡ്രൻസ് ആൻഡ് ഇൻഫന്റ്. സോ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഹെഡ് ടോട്ടൽ ഫ്രണ്ട് ആൻഡ് ബാക്ക്, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞാൽ 18% ആണ്. അതിൽ ആന്റീരിയർ അല്ലെങ്കിൽ ഫ്രണ്ട് ഹെഡ് ആൻഡ് നെക്ക് 9%, ബാക്ക് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് 9%, രണ്ടും കൂടി 18% ആണ്. അതുപോലെ ആംസ് ഓരോ കൈകളും 4.5, ഓരോ കൈകളും 9% ആണ്. ഓരോ കൈകളും അതിൽ തന്നെ ആന്റീരിയർ 4.5, പോസ്റ്റീരിയർ 4.5 ആണ് ഓരോ കൈകളും. ക്ലിയർ ആണോ? ഇനി ടോർസോ അല്ലെങ്കിൽ ട്രങ്ക്, അത് 36% ആണ്. ആന്റീരിയർ 18%, പോസ്റ്റീരിയർ 18%. മറന്നുപോരുത്, മുകളിൽ ചെസ്റ്റ് ഉണ്ട്, താഴെ അബ്ഡമൻ 9%. അതുപോലെ അബ്ഡമനും 9% ഓർത്ത് വയ്ക്കാം. അടുത്തത് അറിയേണ്ടത് കാലുകൾ, ലെഗ്സ്. കാലുകളിൽ വന്നിട്ട് വ്യത്യാസമുണ്ട്. ഓരോ കാലും ഇവിടെ 14% ആണ്. ഓരോ കാലുകളും 14% ആണ്. ദാറ്റ് ഈസ് ആന്റീരിയർ 7%, പോസ്റ്റീരിയർ 7%. സോ ഓരോ കാലുകളും 18%. ടോട്ടൽ രണ്ട് കാലുകളും കൂടി 28% ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇത്രയും? സോ ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. നിങ്ങൾ അപ്പൊ ചോദിക്കും, ഇവിടെ പെരിനിയം ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലെ? ശരിയാണ്, ഇവിടെ പെരിനിയം ഇല്ല അല്ലെ? പക്ഷെ അതിവിടെ കാലിന്റെ കൂടെ തന്നെയാണ് ഉൾപ്പെടുത്തി പോകുന്നത്. ഇനി ചില ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കാലുകൾ രണ്ടും കൂടി 13.5, 14 പകരം 13.5 എടുക്കാറുണ്ട്. പക്ഷെ 13.5 എടുക്കുന്ന പ്രശ്നം ആന്റീരിയർ പിന്നെ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ആൻഡ് വീണ്ടും 13.5ന്റെ ഹാഫ് എടുക്കണം അല്ലെ? അപ്പൊ 7 അല്ല, 6 പോയിന്റ് സംതിങ് വരിക. സോ അത് ഡിഫിക്കൽട്ട് ആണ്. സോ അതുകൊണ്ടാണ് ഈ 7 എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാലുകൾ എന്ന് പറഞ്ഞാൽ 13.5 പ്ലസ് പെരിനിയൽ ഏരിയ 1% ആണ് എടുക്കുന്നത്. പെരിനിയൽ ഏരിയ 1%. അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഓർത്താൽ മതി. ആന്റീരിയർ സെപ്പറേറ്റ് എളുപ്പത്തിൽ നിങ്ങൾ 7% ചെയ്താൽ മതി. ലെഗ് 14 അല്ലെങ്കിൽ 13.5 എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. സോ 1% പെരിനിയം പ്ലസ് 13.5 വെച്ചും കൊടുത്തിട്ടുണ്ട്.
പക്ഷെ ആന്റീരിയർ പോസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. 7 വെച്ച് ചെയ്യുന്നതായിരിക്കും ആൻസർ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. 7 എടുത്ത് ചെയ്താൽ മതി കേട്ടോ. സോ അങ്ങനെയും നിങ്ങൾ ചില ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെയാണ് ഇത്രയും. സോ നമുക്ക് ഇത്രയും മതി എക്സാം പോയിന്റ് കേട്ടോ. അപ്പൊ നമ്മൾ റൂൾ ഓഫ് 9 എന്താണെന്ന് പഠിച്ചു. അതെ, ഓരോ ബോഡി പാർട്ടിലും എത്ര പെർസെന്റേജ് ആണ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ എന്ന് പഠിച്ചു. എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വരുന്നു. ഓരോ ഏരിയ സബ് ഡിവൈഡ് ചെയ്ത് എത്ര പെർസെന്റേജ് ആണുള്ള ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റൂൾ ഓഫ് 9 വെച്ച് വിവിധ കോമ്പറ്റേറ്റീവ് എക്സാം, ഇംഗ്ലക്സ് ആറിന്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾ ഉൾപ്പെടെയുള്ള പ്രീവിയസ് എക്സാമുകൾക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ 15 ചോദ്യങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണം. നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കമന്റ് ചെയ്യണം കേട്ടോ, ഓരോ ചോദ്യങ്ങളും. സോ തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ ടേണാണ്. ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് ഇത് തിയറി പാർട്ട് മനസ്സിലാക്കിയെങ്കിൽ ഈ 15 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A 25-year-old female patient has sustained burns to the back of the right arm, posterior trunk, front of the leg, left leg, anterior head and neck, and perineum. Using the rule of 9, calculate the total body surface area percentage that is burned. Option A 46%, option B 37%, option C 36%, then option D 28%. എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചേ. A 24-year-old female patient has sustained a burns to the back of the right arm. അല്ലെ, പിക്ചർ നോക്കി. ബാക്ക് ഓഫ് ദ റൈറ്റ് ആം. ബാക്ക് ഓഫ് ദ റൈറ്റ് ആം എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റീരിയർ. സോ റൈറ്റ് ആമിന്റെ പോസ്റ്റീരിയർ ഇത്രയുമാണ് അല്ലെ. സോ ടോട്ടൽ ഒരു കൈ എന്ന് പറയുന്ന, ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 9% ആണ്. അത് ആന്റീരിയർ 4.5, പോസ്റ്റീരിയർ 4.5. സോ 4.5 പ്ലസ് ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? പോസ്റ്റീരിയർ ട്രങ്ക് ആണ്. പോസ്റ്റീരിയർ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ആണ് അല്ലെ. പോസ്റ്റീരിയർ ട്രങ്ക് അല്ലെ, പോസ്റ്റീരിയർ ടോർസോ. സോ നോക്കി, ഇത്രയും ഏരിയ ആണ്, ഈ ഒരു ഏരിയ. സോ പോസ്റ്റീരിയർ ടോർസോ പറയുമ്പോൾ മൊത്തം എത്ര വരും? ആന്റീരിയർ പോസ്റ്റീരിയർ ടോർസോ രണ്ടും കൂടിയാണ് 36%. പോസ്റ്റീരിയർ മാത്രമാണെങ്കിൽ ഇറ്റ് ഈസ് 18%. ശരിയല്ലേ? 18% ആണ്. ഇനി ഫ്രണ്ട് ഓഫ് ദി ലെഫ്റ്റ് ലെഗ്. ഫ്രണ്ട് ഓഫ് ദി ലെഫ്റ്റ് ലെഗ് എന്ന് പറയുന്നത് ആന്റീരിയർ ആണ്. ലെഫ്റ്റ്. സോ ലെഫ്റ്റ് ലെഗിന്റെ ആന്റീരിയർ പോർഷൻ. സോ ഒരു കാലം എന്ന് പറയുന്നത് 18% ആണ്. അതിൽ തന്നെ ആന്റീരിയർ 9%, പോസ്റ്റീരിയർ 9%. സോ ആന്റീരിയർ എത്രയാണ്? 9%. പ്ലസ് ഇനി ആന്റീരിയർ ഹെഡ് ആൻഡ് നെക്ക്. ഹെഡ് ആൻഡ് നെക്ക് ആന്റീരിയർ ഈ ഒരു പോർഷൻ മാത്രമാണ്. ദാറ്റ് ഈസ് 4.5% അല്ലെ. പ്ലസ് ഇനി അടുത്ത ആൻഡ് പെരിനിയം. പെരിനിയം അല്ലെങ്കിൽ ജനൈറ്റൽ അല്ലെങ്കിൽ ഗ്രോയിങ് റീജിയൻ, ദാറ്റ് ഈസ് 1%. ക്ലിയർ അല്ലേ? സോ ഇനി രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. 4.5 പ്ലസ് 18 പ്ലസ് 9 പ്ലസ് 4.5 പ്ലസ് 1, ദാറ്റ് ഈസ് 9, 18, 8, 36, 36 plus 1, that is 37% ആണ്. കിട്ടിയോ? ടോട്ടൽ 37%. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലാവരും കിട്ടിയോ? എല്ലാവരും കറക്റ്റ് ആയിട്ട് കിട്ടിയോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, വെരി ഗുഡ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. A 68-year-old male patient has partial thickness burns to the front and back of the right and left leg, front of right arm, and anterior trunk. Using the rule of 9, calculate the total body surface area percentage that is burned. Option A 40.5%, option B 49.5%, option C 58.5%, option D 67.5%. So എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? Partial thickness burns to the front and back of the right and left leg. ഫ്രണ്ട് ആൻഡ് ബാക്ക് അല്ലെ, രണ്ട് കാലുകളുടെയും ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഇപ്പൊ എത്രയാണ് ടോട്ടൽ? ഒരു കാലം എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ രണ്ട് കാലുകളും കൂടി 18 plus 18, that is 36. ക്ലിയർ അല്ലേ? അടുത്തെന്താ പറയുന്നത്? ഫ്രണ്ട് ഓഫ് ദി റൈറ്റ് ആം. ഫ്രണ്ട് ഓഫ് ദി റൈറ്റ് ആം എന്ന് പറഞ്ഞാൽ ആന്റീരിയർ അല്ലെ, ആന്റീരിയർ.
ആന്റീരിയർ റൈറ്റ് ആം മാത്രമാണ് ദേ ഈ ഒരു പോർഷൻ മാത്രം അല്ലെ. ദാറ്റ് ഈസ് 4.5. ശരിയല്ലേ? 4.5. ഇനി ആന്റീരിയർ ട്രങ്ക്, അതിന്റെ ആന്റീരിയർ ട്രങ്ക് ആണ്. ആന്റീരിയർ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ അല്ലെ, ആന്റീരിയർ പോർഷൻ. ദാറ്റ് ഈസ് ഫ്രണ്ട് മാത്രമാണെങ്കിൽ 18%. ക്ലിയർ ആണോ? സോ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. സോ 18 + 18 36, 18 54, 54 + 4.5 58.5 ആണ് ആൻസർ. ദാറ്റ് ഈസ് ആൻസർ നമ്പർ ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? സോ ആൻസർ എന്ന് പറയുന്നത് 58.5% ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. So question number 3. A 35-year-old male patient has full thickness burns to the anterior and posterior head and neck, front of left leg and perineum. Using the rule of nines, calculate the total body surface area percentage that is burned. Option A 37%, option B 14.5%, option C 29%, option D 19%. Question clear ആയിട്ട് വായിച്ചേ. എങ്ങനെ പഠിക്കാം? A 35-year-old male patient has full thickness burns to the anterior and posterior head and neck. Anterior and posterior head and neck എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് വരെ അല്ലെ. That is 4.5 + 4.5, that is 9%. ക്ലിയർ അല്ലേ? ഇനി ഫ്രണ്ട് ഓഫ് ലെഫ്റ്റ് ലെഗ്, ഫ്രണ്ട് ഓഫ് ലെഫ്റ്റ്, ദാറ്റ് ഇസ് ആന്റീരിയർ ലെഫ്റ്റ് ലെഗ്, അതായത് 9% തന്നെയാണ്. പ്ലസ് പെരിനിയം, പെരിനിയം അല്ലെങ്കിൽ ഗ്രോയിൻ റീജിയൻ, ദാറ്റ് ഇസ് 1%. സോ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി. 9 + 9 + 1, ദാറ്റ് ഇസ് 18 + 1, ദാറ്റ് ഇസ് 19%. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഇസ് 19%. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. Question number 4. A 66-year-old female patient has deep partial thickness burns to both of the legs on back, front and back of the trunk, both arms on the front and back, and front and back of the head and neck. Using the rule of nines, calculate the total body surface area percentage that is burned. Option A 72%, option B 63%, option C 81%, option D 45%. ഇങ്ങനെ ചെയ്യാം. Okay, deep partial thickness burns to both of the legs on the back. അല്ലെ, രണ്ട് കാലുകളുടെയും ബാക്ക് സൈഡ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ സൈഡ് മാത്രം അല്ലെ. സോ നോക്കിയേ, രണ്ട് കാലുകളുടെയും പോസ്റ്റീരിയർ സൈഡ് മാത്രം, ദാറ്റ് ഈസ് 9 + 9. കിട്ടിയോ? രണ്ട് കാലുകളിൽ പോസ്റ്റീരിയർ മാത്രം, 9 + 9. Then അടുത്തതോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് ദ ട്രങ്ക്, ആന്റീരിയർ ട്രങ്ക്, പോസ്റ്റീരിയർ ട്രങ്ക്, രണ്ടും കൂടി 36% ആണ്. ക്ലിയർ അല്ലേ? അടുത്ത് പറയുന്നു ബോത്ത് ആർംസ് ഓൺ ദ ഫ്രണ്ട് ആൻഡ് ബാക്ക്, രണ്ട് കൈകളും ഫ്രണ്ടും ബാക്കും, അതായത് ഓരോ കൈകളും 9% വെച്ചാണ് അല്ലെ. അപ്പൊ രണ്ട് കൈകളും എന്ന് പറയുമ്പോൾ 9 + 9, ദാറ്റ് ഈസ് 18%. ശരിയല്ലേ? രണ്ട് കൈകളിലെ ഫ്രണ്ടും ബാക്കും ഉണ്ട്, ദാറ്റ് ഈസ് ആന്റീരിയർ പോസ്റ്റീരിയർ ഉണ്ട്. സോ 9 + 9 18% വരും. ആൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് ദി ഹെഡ് ആൻഡ് നെക്ക്, ഹെഡ് ആൻഡ് നെക്ക് ആന്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട് അല്ലെ. ക്ലിയർ അല്ലേ? സോ രണ്ട് കൈകളും ഉണ്ട്, പിന്നെ ഹെഡ് ആൻഡ് നെക്ക് ആന്റീരിയർ പോസ്റ്റീരിയർ വരുന്നുണ്ട്, ദാറ്റ് ഈസ് 9%. സോ എത്ര കിട്ടും നോക്കിയേ? 9 9 5 45 + 36, that is 81%. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് 81%. ആൻസർ ഈസ് ഓപ്ഷൻ സി. കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? വലിയ കാര്യമൊന്നും വളരെ സിമ്പിൾ ബേസിക് കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കൂട്ടിയെടുത്താൽ മതി. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A 58-year-old female patient has superficial partial thickness burns to the anterior head and neck, front and back of the left arm, front of the right arm, posterior trunk,
front and back of the right leg and back of the left leg. Using the rule of nines, calculate the total body surface area percentage that is burned. Option A, 63%. Option B, 81%. Option C, 72%. Option D, 54%. എങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചേ. സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ബേൺസ് ആണ്. ആന്റീരിയർ ഹെഡ് ആൻഡ് നെക്ക്. ആന്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് നോക്കി. Anterior head and neck, that is 4.5%. Clear? Then, other. Front and back of the left arm. Left arm in the front, back. The anterior, posterior. That is 4.5 plus 4.5. Clear? Then, front of the right arm. Front of the right arm ആകുമ്പോൾ anterior അല്ലേ? Front of the right arm. Anterior മാത്രം. That is 4.5. ഇനി posterior trunk. Posterior trunk ആകുമ്പോൾ പുറകു സൈഡ് മാത്രം. That is 18%. 18%. Then front and back of the right leg. Front and back of the right leg, that is anterior and posterior leg ഒരു കാലം അല്ലെ? That is 18%. Clear അല്ലേ? 9 anterior and posterior, that is 18%. And back of the left leg, left legന്റെ back മാത്രമാണ് അല്ലെ? Back of the left, that is posterior മാത്രം, that is 9%. So ഇതെല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടും? 9, 18, 36, then 54 plus 9, plus 9, that is 63%. Option A ആണ് റൈറ്റ് ആൻസർ. എല്ലാവരും കിട്ടിയോ? ഓക്കെ ആണോ? സോ ആൻസർ എന്ന് പറയുന്നത് 63% ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. Then ആറാമത്തെ ചോദ്യം. A 35-year-old male patient has superficial partial thickness burns to the anterior right arm, posterior left leg, and anterior head and neck. Using the rule of nines, calculate the total body surface area percentage that is burned. So, option A is 36%, option B 9%, option C 18%, option D 29%. Question clear advice. Superficial partial thickness burns to the anterior right arm. Anterior right arm. Anterior right arm 4.5%. Then posterior left leg. Posterior left leg 9%. Then and anterior head and neck. Anterior head and neck 4.5%. So okay, so now we put 4.5, 4.5, 9 ആണ്. 9 plus 9, that is 18% ആണ്. So answer is option C. എല്ലാവർക്കും കിട്ടിയോ? Option C. Clear ആണോ? So answer is option C. ഏഴാമത്തെ ചോദ്യം. Using the rule of 9, the nurse determines the percentage of the body burned. The client with the both arms burned to be 9%, 36%, 18%, 1%. Percentage of body burned, client with both arms. രണ്ട് കൈകൾ മാത്രം. രണ്ട് കൈകളും എന്നാ പറയും, both arms എന്നാണ്. രണ്ട് കൈകളുമാണ്. സോ ഓരോ കൈകൾ എന്ന് പറയുന്നത് 9% ആണ്. സോ 9 plus 9, that is 18%. കിട്ടിയോ? ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോറി, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 9 plus 9, രണ്ട് കൈ ആന്റീരിയർ പോസ്റ്റീരിയർ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓരോ കൈയിലും 9 ആണ്. സോ 9 plus 9 18% രണ്ട് കൈകളും കൂടി വരുന്നത്. സോ ഇത് രാക് MSc നഴ്സിംഗ് 2017 എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് സി, 18%. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയിംസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റെയിൽവേയുടെ സ്റ്റാഫ് നേഴ്സ് എക്സാം 2019 എക്സാം ക്വസ്റ്റ്യൻ കൂടിയാണ്.
So according to rule of 9, perineum burns constitute 1%, 9%, 2%, 18%. ഓൾറെഡി ഞാൻ പറഞ്ഞു പെരിനിയം അല്ലെങ്കിൽ ഗ്രോയിൻ റീജിയൻ അല്ലെങ്കിൽ ജനൈറ്റൽ റീജിയൻ അല്ലെ. ജനൈറ്റല്, പെരിനിയം ആൻഡ് ഗ്രോയിൻ, ഇത് 3 വേർഡുകൾ ഓർത്ത് വയ്ക്കണം. സോ ഏരിയ എന്ന് പറയുന്നത് 1%. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? എയിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ്സ് 1%. Question number 9. Using the rule of 9, percentage of the right lower limb burn is right lower limb. The Western Coalfields 2019 exam question ആണ്. Option A 4.5%, option B 9%, option C 18%, option D 22.5%. Percentage of the right lower limb എന്ന് മാത്രമേ പറയൂ. Right lower limb. Right lower limb ആകുമ്പോൾ anterior ഉണ്ട് അതിന്റെ പോസ്റ്റീരിയർ ഉണ്ട് അല്ലെ. ആന്റീരിയർ ആകുമ്പോൾ 9% പ്ലസ് പോസ്റ്റീരിയർ 9%. സോ 9 plus 9 that is 18%. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? സോ 9 plus 9 18%. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി 10ാമത്തെ ചോദ്യം. Rule of 9 is used in burn patients for the estimation of NPCL 2019 staff nurse exam question ആണ്. That's burn percentage of total body surface area, burn depth ആണ്. Depth ആണ് ഓപ്ഷൻ. അപ്പോൾ burn injury, dehydration. So ഒരു ഡൗട്ടും വേണ്ട, പെർസെന്റേജ് ഓഫ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺഡ് ആണ് നമ്മൾ റൂൾ ഓഫ് 9 യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11. A patient has partial thickness burns involving the entire anterior chest and the entire anterior right arm. What is the total body surface area percentage? Option A 9%, option B 13.5%, option C 18%, option D 22.5%. Question clear ആയിട്ട് വായിക്കണം. Involving the entire ആന്റീരിയർ ചെസ്റ്റ്. എന്റയർ ആന്റീരിയർ ചെസ്റ്റ് എന്ന് പറഞ്ഞാലോ ഇവിടെ ട്രങ്ക് എന്നോ ടോർസോ എന്നോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ആന്റീരിയർ ചെസ്റ്റ് എന്നാണ്, തെറ്റിപ്പോകരുത്. അപ്പൊ ആന്റീരിയർ ട്രങ്ക് അല്ലെങ്കിൽ ടോർസോ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ചെസ്റ്റും അബ്ഡമനും. സോ ടോട്ടൽ 18% ആണ്. സോ ആന്റീരിയർ ചെസ്റ്റ് എന്ന് പറയുന്നത് 9% ആണ്, അബ്ഡമൻ 9% ആണ്. അപ്പൊ എന്റയർ ആന്റീരിയർ ചെസ്റ്റ് എന്ന് പറഞ്ഞാലോ ദാറ്റ് ഈസ് 9% പ്ലസ്. ഇനി അടുത്തത് the entire anterior right arm. entire anterior right arm എന്ന് പറയുമ്പോൾ റൈറ്റ് ആമിന്റെ ആന്റീരിയർ സർഫസ് മാത്രം, ഫ്രണ്ട് വശം മാത്രം, ദാറ്റ് ഈസ് 4.5%. ശരിയല്ലേ? ആന്റീരിയർ പോസ്റ്റിന് കൂടെയാണ് 9%. സോ ആന്റീരിയർ റൈറ്റ് ആം മാത്രമാണെങ്കിൽ 4.5%. സോ 9 plus 4.5 that is 13.5%. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 13.5%. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 13.5%. കിട്ടിയോ? എല്ലാവരും കിട്ടുന്നുണ്ടോ ആൻസർ? ഈസി ആണോ ഇപ്പൊ ചെയ്യാൻ? നീ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യത്തില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 12. A 25-year-old male patient has superficial partial thickness burns to the anterior chest, anterior head and neck, posterior left leg. Full stop. Using the rule of 9, calculate the total body surface area percentage that is burned. Option A 22.5, option B 18%, option C 26.5%, option D 32%. സോ എങ്ങനെ കണ്ടുപിടിക്കാം? സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ബേൺ ആണ് ആന്റീരിയർ ചെസ്റ്റ്. ആന്റീരിയർ ചെസ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ട്രങ്ക് അല്ലെങ്കിൽ ടോർസോയുടെ മുകൾ ഭാഗം മാത്രമാണ്, ദാറ്റ് ഈസ് 9%. സോ 9% പ്ലസ് പിന്നെ ആന്റീരിയർ ഹെഡ് ആൻഡ് നെക്ക്. ആന്റീരിയർ ഹെഡ് ആൻഡ് നെക്ക് ആകുമ്പോൾ 4.5% അല്ലെ, പ്ലസ് പോസ്റ്റീരിയർ ലെഫ്റ്റ് ലെഗ്. പോസ്റ്റീരിയർ ലെഫ്റ്റ് ലെഗ് ആകുമ്പോൾ ബാക്ക് സൈഡ് മാത്രം, ദാറ്റ് ഈസ്
9%. സോ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി അല്ലെ. 9 + 9 18, 18 + 4.5 that is 22.5. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 22.5. ആൻസർ ഈസ് ഓപ്ഷൻ എ. 22.5% ആണ്. ക്ലിയർ അല്ലേ? Question number 30. According to rule of 9, a 40-year-old patient who has burns over the front of the chest and abdomen has about. എയിംസ് പാറ്റ്നയുടെ ക്വസ്റ്റ്യൻ ആണ്. GMCH 2016 എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 9% ബേൺസ്, ഓപ്ഷൻ ബി 18% ബേൺസ്, ഓപ്ഷൻ സി 24% ബേൺസ്, ഓപ്ഷൻ ഡി 36% ബേൺസ്. ബേൺസ് ഓവർ ദ ഫ്രണ്ട് ഓഫ് ദ ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ, അതായത് ആന്റീരിയർ ട്രങ്ക് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഓഫ് ദ ചെസ്റ്റ്, ആന്റീരിയർ ചെസ്റ്റ് 9%, താഴെ അബ്ഡമൻ 9%. സോ ടോട്ടൽ 9 + 9 ദാറ്റ് ഈസ് 18%. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 18% ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഈ രണ്ട് ചോദ്യങ്ങൾ കൂടിയുള്ളൂ. സോ അതുകൂടി നമുക്ക് കംപ്ലീറ്റ് ആവും. സോ ഇത് ഒരു ഹരിയാന സ്റ്റാഫ് നേഴ്സ് PSC എക്സാം ക്വസ്റ്റ്യൻ ആണ്. A 35-year-old female was brought to the emergency department with burn injury over the abdomen, perineum, and both thighs. According to rule of 9, what is the percentage of burn injury for this patient? Option A 18%, option B 19%, option C 28%, option D 38%. ക്ലിയർ ആയിട്ട് വായിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് നോക്കിയേ. ഇഞ്ചുറി ഓവർ ദി അബ്ഡമൻ. അബ്ഡമൻ ആകുമ്പോഴോ ഈ താഴത്തെ ഭാഗം മാത്രമാണ് അല്ലെ. ഇഞ്ചുറി ഓവർ ദി അബ്ഡമൻ. അബ്ഡമനൽ റീജിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 9%. അടുത്തതിന് തൊട്ട് താഴത്തെ പെരിനിയം ഉണ്ട്, ദാറ്റ് ഈസ് 1%. ഇനി ബോത്ത് തൈസ് ആകുമ്പോഴോ, തൈ എന്ന് ഞാൻ പറഞ്ഞു പ്രോക്സിമൽ ആണ് അല്ലെ. ബോത്ത് തൈസ് എന്ന് പറയുമ്പോൾ പ്രോക്സിമൽ ലെഗ് ആണ്. ദാറ്റ് ഈസ് ഓരോന്നും ആന്റീരിയർ പോസ്റ്റീരിയർ വരും. സോ 4.5 + 4.5 ഓരോന്നിനും ദാറ്റ് ഈസ് 9% + 9% രണ്ടിനും. ക്ലിയർ അല്ലേ? ക്ലിയർ. സോ അപ്പൊ ഇത് മൂന്നോട് കൂട്ടിയാൽ മതി. 9 + 9 + 9 +1 പെരിനിയം കൂടി ഉണ്ട് അല്ലെ. സോ 3 27 + 1 28%. ഓക്കെ ആണോ? യെസ്. ക്ലിയർ ആണോ? സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 28% ആണ്. ഇത് സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ആൻസർ ഓപ്ഷൻ സി 28%. ക്ലിയർ അല്ലേ? എല്ലാവരും കിട്ടിയില്ലേ? ഓക്കെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. A patient has full thickness burn to the distal anterior left arm and a partial thickness burn to the proximal anterior left leg. What is the total body surface area? Option A 9%, option B 13.5%, option C 6.5%, option D 18%. അങ്ങനെ കണ്ടുപിടിക്കാം. ഒരു ഡിസ്റ്റലും പ്രോക്സിമൽ എന്നൊക്കെയാണല്ലേ കൊടുത്തിരിക്കുന്നത്. സോ ക്ലിയർ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. So distal anterior left arm. Distal anterior left arm. So distal anterior left arm. Distal anterior left arm ആവുമ്പോൾ left arm distal ആണ് അല്ലേ. So anterior left arm distal. അപ്പൊ ഇത്രയുമാണ് വരിക. ക്ലിയർ അല്ലേ? സോ ഡിസ്റ്റൽ ആന്റീരിയർ ലെഫ്റ്റ് ആവുമ്പോൾ എത്ര വരും? നമ്മൾ നോർമലി 4.5ന്റെ പകുതി എടുക്കുക, കാരണം പകുതിയല്ലേ. സോ ആന്റീരിയർ മാത്രമാണ്. സോ 2.25 ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്ത് 2 മാത്രമേ എടുക്കുള്ളൂ അല്ലെ. 2% ആയിട്ട് എടുക്കുക. ക്ലിയർ ആണോ? സോ 2%. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാർഷ്യൽ തിക്നെസ് ബേൺ ടു ദി പ്രോക്സിമൽ ആന്റീരിയർ ലെഫ്റ്റ് ലെഗ്. പ്രോക്സിമൽ ആന്റീരിയർ ലെഫ്റ്റ് ലെഗ്, ദാറ്റ് ഈസ് പ്രോക്സിമൽ ആന്റീരിയർ ലെഫ്റ്റ് ലെഗ് അല്ലെ. ലെഫ്റ്റ് ലെഗിന്റെ ആന്റീരിയർ പോർഷൻ അതുപോലെ പ്രോക്സിമൽ ലെഗ് ആണ്. സോ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആന്റീരിയർ ലെഫ്റ്റ് ലെഗ് ആണെങ്കിൽ 9% ആണ്. സോ ഇവിടെ എത്ര വരും? അതിന്റെ പകുതിയാണ്. ആന്റീരിയർ ടോട്ടൽ 9% ആണ്.
സോ പ്രോക്സിമൽ മാത്രമായതുകൊണ്ട് തന്നെ 4.5%. സോ 2 പ്ലസ് 4.5% കൂട്ടിയാൽ മതി. സോ 2 പ്ലസ് 4.5 6.5% ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? സോ 6.5% ആൻസർ നമ്പർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? 6.5, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? 6.5 ആണ്. സോ നമ്മൾ 15 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്, വിവിധ കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യനുകളാണ്, ഇൻക്ലൂഡിംഗ് സെൻട്രൽ ഗവൺമെന്റ് എക്സാം, NCLEX RM ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ ആർക്കെങ്കിലും മാർക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആ തിയറി പാർട്ട് നന്നായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ദെൻ വീണ്ടും ആ ഒരു പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ മാർക്കിന്റെ എല്ലാവരും ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുറന്നുള്ള ആഴ്ചയിലെല്ലാം ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സിൽ വരുന്നുണ്ട്. സോ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. സോ നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSC 2024 നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാകും. സോ ഇനിയും ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡേറ്റ് വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. സോ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. വളരെ ടൈം എടുത്ത് തന്നെ എല്ലാ സ്ട്രാറ്റജികളും യൂസ് ചെയ്ത് എല്ലാ പോരായ്മകളും സോൾവ് ചെയ്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് 15 സബ്ജക്ട്സ് നന്നായിട്ട് തിയറി റിവൈസ് ചെയ്ത് ക്വാളിറ്റി ലെവൽ എക്സാമുകളുടെ എല്ലാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് അതുപോലെ യൂണിറ്റ് എക്സാമുകളും ഓരോ സബ്ജക്ട്സിന്റെയും മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ മോഡൽ പരീക്ഷകളും ഒരു 100 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് മാത്രമേ നിങ്ങൾ എക്സാമിനായിട്ട് തയ്യാറാകാവൂ. അതുപോലെ തന്നെ പകുതി പഠിച്ചിട്ട് എക്സാം എഴുതുന്ന സമ്പ്രദായം നിർത്തുക. ദയവ് ചെയ്ത് ഈ ഒരു തവണയെങ്കിലും നിങ്ങളോട് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. 15 സബ്ജക്ട്സും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മോഡൽ എക്സാമുകൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് 5 തവണയും റിവൈസ് ചെയ്തിട്ട് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാവൂ. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്കുകളിലെത്തി നല്ല ആദ്യ റാങ്കിൽ തന്നെ വന്ന് ജോലി നേടി നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടാൻ കഴിയും. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. വെറുതെ 2 മാസമോ 3 മാസമോ 4 മാസം കൊണ്ട് പഠിക്കാൻ ശ്രമിക്കരുത് ആരും. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. പൂർണ്ണമായിട്ട് പഠിച്ച് മാത്രം എല്ലാ രീതിയിലും തയ്യാറെടുത്ത് മാത്രമേ ഇത്തവണ എക്സാം എഴുതാവൂ. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും എക്സാം ഈസി ആയാലും ടഫ് ആയാലും നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ കഴിയും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർ ഉറപ്പായിട്ടും എത്ര വേഗം ജോയിൻ ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.